നമസ്തേ, ഞാൻ പുഷ്പൻ പണിക്കർ. ഇന്നത്തെ വിഷയം നാം അധിവസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വേദഗ്രന്ഥമാണ് ഋഗ്വേദം. ഋഗ്വേദം ഉണ്ടായത് 5000 മുതൽ 10000 വർഷം മുൻപാണെന്ന് ആർക്കിയോളജിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളും പറയുന്നു. ഋഗ്വേദത്തിൽ 6-ാം മണ്ഡലത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ സൂക്തം പറയുന്നത് അയം ഗൗ പ്രസ്ഥിര ക്രമീത സദൻ മാതരം പുര. അതിന്റെ അർത്ഥം ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്നും അത് സൂര്യനെ വലം വയ്ക്കുന്നുവെന്നും അത് സ്വയം ചലിച്ച് ദിനരാത്രങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ദീർഘനമസ് എന്ന മഹാമുനി അസ്യ വാമസ്യ സൂക്തം എന്ന സൂക്തത്തിൽ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയം ഗൗ പ്രസ്ഥിര ക്രമീത സദൻ മാതരം പുര. വേദത്തിൽ ഭൂമിയെക്കുറിച്ച് മാത്രമല്ല, മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും അതിന്റെ സ്പീഡ്, അതിന്റെ സഞ്ചാരം, അത് എത്ര ആംഗിളിൽ നിൽക്കുന്നു, ഭൂമിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഇത്ര നാഴിക, ഇത്ര വിനാഴികയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തിലെ 5-ാം മണ്ഡലത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, അല്ലയോ സൂര്യദേവ, അങ്ങയുടെ പ്രകാശം സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രനെ മറച്ച് അല്പസമയം ഭൂമിയിൽ ഇരുട്ട് പ്രകാശിപ്പിക്കുന്ന അങ്ങയുടെ ദിവ്യശക്തിയെ പ്രണമിക്കുന്നു എന്നാണ്. വേദത്തിൽ മറ്റ് ശാസ്ത്രങ്ങളെക്കുറിച്ചും വളരെ അധികം വർണ്ണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉൽപ്പത്തി ശാസ്ത്രം. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 129-ാമത്തെ അധ്യായത്തിൽ നാസദീയ സൂക്തം എന്നൊരു സൂക്തമുണ്ട്. അതിൽ പ്രപഞ്ചത്തെക്കുറിച്ചും അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൂടാതെ ഋഗ്വേദത്തിൽ തന്നെ 10-ാം മണ്ഡലത്തിൽ 72-ാമത്തെ അധ്യായത്തിൽ അതിഥി സൂക്തമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ നടന്ന ആദ്യത്തെ പൊട്ടിത്തെറി. ഇന്നത്തെ സയൻസ് അതിന് പറയുന്നത് ദ ബിഗ് ബാങ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ വിവരണങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പുഷ്പൻ പണിക്കർ എന്ന എൻ്റെ വീഡിയോ ചാനൽ കാണും.